ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 29. പിടിച്ചു നിർത്തുന്ന പ്രത്യാശ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. എനിക്ക് പൂക്കൾ അയച്ചു തന്നതിനാൽ ഡാഡി വീട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാം. യുദ്ധസമയത്ത് ഡാഡിയെ കാണാതായപ്പോൾ ഞങ്ങളുടെ അമ്മയോട് 7 വയസ്സുള്ള എൻ്റെ സഹോദരി പറഞ്ഞ വാക്കുകളായിരുന്നു അത്. പിതാവ് തൻ്റെ ദൗത്യത്തിനായി പുറപ്പെടുന്നതിനു മുമ്പ് എൻ്റെ സഹോദരിയുടെ ജന്മദിനത്തിനായി പൂക്കൾ മുൻകൂട്ടി ഓർഡർ ചെയ്തിരുന്നു. അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്തെ അവ എത്തി. പക്ഷേ അവൾ പറഞ്ഞത് ശരിയായിരുന്നു. ഡാഡി വീട്ടിലേക്ക് വന്നു. ഒരു ഭീകരമായ പോരാട്ടത്തിനു ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം, ഇപ്പോഴും അവൾ പ്രതീക്ഷയിൽ മുറുകെ പിടിക്കാനുള്ള ഓർമ്മപ്പെടുത്തലായി പൂക്കൾ വെച്ചിരുന്ന പാത്രം സൂക്ഷിക്കുന്നു. തകർന്നതും പാപപങ്കിലവുമായ ലോകത്ത് ചിലപ്പോൾ പ്രത്യാശ മുറുകെ പിടിക്കുന്നത് എളുപ്പമല്ല. പിതാക്കന്മാർ എപ്പോഴും വീട്ടിൽ വരാറില്ല. കുട്ടികളുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടക്കാതെ പോകും. എന്നാൽ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ദൈവം പ്രത്യാശ നൽകുന്നു. മറ്റൊരു യുദ്ധസമയത്ത് പ്രവാചകനായ ഹബക്കുക്ക് യഹൂദയിലെ ബാബിലോണിയൻ അധിനിവേശത്തെക്കുറിച്ച് പ്രവചിച്ചു. എന്നാൽ ദൈവം എപ്പോഴും നല്ലവനാണെന്ന് അപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞു. പണ്ട് തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ദയ ഓർത്തുകൊണ്ട് ഹബക്കുക്ക് ഇങ്ങനെ പ്രഖ്യാപിച്ചു: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ചില വ്യാഖ്യാതാക്കൾ ഹബക്കുക്കിൻ്റെ പ്രയറിൻ്റെ അർത്ഥം പറ്റി നിൽക്കുക എന്നാണെന്ന് വിശ്വസിക്കുന്നു. പരിശോധനകളിൽ പോലും നമുക്ക് നമ്മുടെ ആത്യന്തികമായ പ്രത്യാശയും സന്തോഷവുമായി ദൈവത്തോട് പറ്റി നിൽക്കാൻ കഴിയും. കാരണം ദൈവം നമ്മെ മുറുകെ പിടിക്കുന്നു, ഒരിക്കലും കൈവിടുകയില്ല. ചിന്തിക്കുക, പ്രയാസകരമായ സമയങ്ങളിൽ ദൈവത്തിൽ സന്തോഷിക്കുന്നത് നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇന്ന് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന് മഹത്വം.